കണ്ടശങ്കടവ് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് വേണ്ടി രണ്ടോണ നാളിൽ നടത്തുന്ന കണ്ടശങ്കടവ് ജലോത്സവത്തിന്റെ സംഘാടക സമിതി യോഗം ചേർന്നു. മണലൂർ പഞ്ചായത്ത് യോഗം വിളിക്കാൻ വൈമനസ്യം കാണിച്ചതോടെ ജില്ലാ പഞ്ചായത്ത് ഇടപെട്ടാണ് ആലോചന യോഗം ചേർന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം കണ്ടശങ്കടവ് ജലോത്സവം നടന്നിരുന്നില്ല. ഇത്തവണ ജലോത്സവത്തിന് ഇനി 2 മാസത്തിൽ താഴെ ദിവസങ്ങൾ മാത്രമാണുള്ളത്. സംഘാടക സമിതി രൂപവൽക്കരിച്ച് ഇപ്പോഴേ പ്രവർത്തനം നടത്തിയാലേ ചുണ്ടൻ വള്ളങ്ങളെ പങ്കെടുപ്പിച്ച ജലോത്സവം വിപുലമായി നടത്താൻ കഴിയൂ. മണലൂർ, വാടനപ്പള്ളി പഞ്ചായത്തുകൾ സംയുക്തമായാണ് സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ജലോത്സവം നടത്തിവരാറുള്ളത്. മേഖലയിലെ ബ്ലോക്ക് പ്രസിഡന്റുമാരും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും മറ്റ് ജനപ്രതിനിധികളും ജലവാഹിനി ബോട്ട് ക്ലബ്ബ് മുൻ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ജലോത്സവം നടത്തുന്നതിന് ജില്ലാ പഞ്ചായത്തും സമീപ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും നൽകിവരുന്ന ഫണ്ടുകൾ വർദ്ധിപ്പിക്കാനും ആലോചന നടന്നു. വർഷങ്ങൾക്ക് മുമ്പ് ജലോത്സവം നടത്തിവന്നിരുന്ന ജലവാഹിനി ബോട്ട് ക്ലബ്ബിനെ നടത്തിപ്പ് ചുമതല നൽകാനും നിർദ്ദേശമുയർന്നു. പഞ്ചായത്തുകൾ ഏറ്റെടുത്തതോടെ പകിട്ട് കുറഞ്ഞിരുന്നു. മുമ്പ് 9 ചുണ്ടൻ വള്ളങ്ങളടക്കം 50ഓളം കളിവള്ളങ്ങളും ആനയോട്ടം, നേവിയുടെ ഹെലികോപ്റ്റർ പ്രകടനം, നീന്തൽ മത്സരം, ഓണക്കളി വരെ നടത്തിയിരുന്നു. ഇതാണ് നടത്തിപ്പ് വീണ്ടും ജലവാഹിനി ബോട്ട് ക്ലബ്ബിന് നടത്തുന്നതിനെ സംബന്ധിച്ച് ആലോചന നടന്നത്. അടുത്ത വിപുലമായ യോഗം കണ്ടശങ്കടവിൽ നടത്താനും തീരുമാനമായി.